സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ലിവബിലിറ്റി എന്നുള്ളതിനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ലിവബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സേഫ്റ്റി അങ്ങനെ ഹെൽത്ത് കെയറിലോട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്ത എഡ്യൂക്കേഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 50+ ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ കരിക്കുലമാണ് ഇവിടുത്തെ സ്റ്റുഡൻസിനുള്ളത്. അതുപോലെ തന്നെ കേട്ടോൾ പ്രോഗ്രാം ബേസ്ഡ് സിസ്റ്റം ഫ്രം UK, USA, ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി, അങ്ങനെ എല്ലാ രാഷ്ട്രത്തിൻ്റെയും ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കരിക്കുലമാണ് നമുക്കിവിടെ ദുബായിൽ ഉള്ളത്. സോ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ USA എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് USA ചൂസ് ചെയ്യാൻ പറ്റും, ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ ചൂസ് ചെയ്യാൻ പറ്റും, സ്വിറ്റ്സർലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വിറ്റ്സർലാൻഡ് ചൂസ് ചെയ്യാൻ പറ്റും, ഇവൻ നിങ്ങൾക്ക് ജപ്പാനിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16ാമത്തെ പൊസിഷനിലാണ് നമ്മളെ പ്രൈമറി എഡ്യൂക്കേഷനിൽ ദുബായ് ഉള്ളത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനിൽ 12ാമത്തെ റാങ്കാണ്. അതുപോലെ തന്നെ 8ാമത്തെ റാങ്കാണ് ഗ്ലോബലി ടീച്ച് ചെയ്യുന്നതിൽ നമ്മളെ ദുബായ്ക്കുള്ളത്. സോ ഇത് എഡ്യൂക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ലിവബിലിറ്റിയിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് നമ്പർ 1 റീജിയനിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ സേഫസ്റ്റ് കൺട്രി ആണ് ഉള്ളത്. അതുപോലെ തന്നെ ടോപ്പ് ഹെൽത്ത് കെയർ ആണ് ഇവിടെ ഉള്ളത്. പിന്നെ എഡ്യൂക്കേഷൻ ടോപ്പാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതും ദുബായിൽ മൂവ് ചെയ്ത ആൾക്കാർ താമസിച്ച് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് തുടങ്ങുന്നത്. സോ നമ്മൾ ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, ഒരുപാട് ഇൻഡസ്ട്രിയും ഗ്രോ ആവുന്നുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ഇൻഡസ്ട്രി ഗ്രോ ആവുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രിയും നമുക്ക് എന്താവുന്നുണ്ട്, ഒരേ ടൈമിൽ ഗ്രോ ആവുന്നുണ്ട്. ഇനി നമുക്ക് സസ്റ്റൈനബിലിറ്റിയിൽ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ UAE അക്കൗണ്ട് 68% ഓഫ് മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആണ് ഉള്ളത്. സോ അതായത് 68% UAEയുടെ എനർജി റിന്യൂവബിൾ എനർജി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓപ്പറേറ്റ് സം ഓഫ് ലാർജസ്റ്റ് ചീപ്പസ്റ്റ് സോളാർ പാർക്ക് ഇൻ ദ വേൾഡ്. അതായത് ഇവിടെ ഏറ്റവും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചൂട് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. മീൻസ് അത്രത്തോളം വെയിൽ അതിനെ ഊർജ്ജത്തെ നമ്മൾ എന്താക്കിയാണ് ഊർജ്ജമാക്കി എടുക്കുകയാണ്. അതായത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഊർജ്ജമാക്കി ഏറ്റെടുത്ത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റീജിയനിലെ ഫസ്റ്റ് ലോ കാർബൺ കമ്മ്യൂണിറ്റി മസ്ദാർ സിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താന്ന് പറഞ്ഞാൽ NGO വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോം ആയിട്ട് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഗ്രീൻ RIIT UAEയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജൻ ലീഡർഷിപ്പ് റോഡ് മാപ്പ് ഇതെല്ലാം അതിനകത്തുണ്ടായിരുന്നു. കാറ്റലിസ്റ്റ് ദ റീജിയൻ ഫസ്റ്റ് സസ്റ്റൈനബിൾ ഫോക്കസ് സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് ആ മസ്ദാർ സിറ്റിക്കാണ്. മോർ ദാൻ 1000 ഹൈഡ്രോപോണിക് ഫാംസ് ആണ് ഇവിടെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഓൾസോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് ലാർജസ്റ്റ് വെർട്ടിക്കൽ ഫാം ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എമർജിംഗ് ടെക്നോളജി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി 4ാമത്തെ റാങ്കിലാണ് ഈ കൊമേഴ്ഷ്യൽ 5G സർവീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേൾഡിലെ ഫസ്റ്റ് 3D പ്രിന്റഡ് ബിൽഡിംഗ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ഫസ്റ്റ് ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് മെയ്ഡ് ദുബായിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനാഗുറൽ ഫ്ലൈറ്റ് 2023ലാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേൾഡിലെ ഫസ്റ്റത്തെ നമ്മുടെ ഫ്ലൈയിങ് ടാക്സി ഓട്ടോണമസ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ദുബായിലായിരുന്നു. ഫസ്റ്റ് കൺട്രി അപ്പോയിന്റ്മെന്റ് മിനിസ്റ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫസ്റ്റ് ആയിട്ട് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും അതിനൊരു മിനിസ്ട്രി ആക്കി ലെവലിൽ കൊണ്ടുവന്നിട്ടുള്ളതും ദുബായ് ആയിരുന്നു. ഓപ്പൺ ടു വേൾഡിലെ ഫസ്റ്റ് AI യൂണിവേഴ്സിറ്റി ലോഞ്ച് ചെയ്തിട്ടുള്ളതും ദുബായ് ആണ്. 2021ലാണുള്ളത്. എല്ലാ ദുബായിലെ ട്രാൻസാക്ഷൻസും പേപ്പർലെസ് ആക്കി 2021. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദുബായിലെ മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻസും ഡിജിറ്റൽസ് ആണ് നടക്കുന്നത്. ഈവൻ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ എന്താ പറയുക, നമ്മളെ പ്രമാണം പോലത്തെ സാധനം വരെയും അത് ഡിജിറ്റലാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് 2021 കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ട്രീസിനെ രക്ഷിക്കാൻ പറ്റും. അതാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇനി ദുബായ് ഓരോ സമയത്തിന് എങ്ങനെയാണ് റീച്ച് ആവാൻ പോകുന്നത്. ഇപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് ദുബായിയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25% ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോണമസ് ആക്കുക, 25% ഓഫ് ബിൽഡിംഗ് ബൈ 3D പ്രിന്റഡ് ആക്കുക. ഇതാണ് 2030 ആകുമ്പോഴത്തേക്കുള്ള പ്ലാൻ. അതാണെങ്കിൽ 2031 ആകുമ്പോഴത്തേക്ക് UAE ഗവൺമെന്റ് സർവീസ് എല്ലാം 100% ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് റിലേ ആവുക എന്നുള്ളതാണ് പ്ലാൻ. 2031 ആകുമ്പോഴത്തേക്ക് ഗവൺമെന്റ് കംപ്ലീറ്റ് സർവീസും 100% ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആവും. അതുപോലെ 2050 ആകുമ്പോൾ 50% പവേർഡ് ക്ലീൻ എനർജി ആൻഡ് റെഡ്യൂസ് കാർബൺ ഫുട് പ്രിന്റ് ബൈ 70%. കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അതുപോലെ 2051 ആകുമ്പോൾ ഗ്ലോബലി നമ്പർ 1 റീച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിനകത്ത്. ഇനി അതുപോലെ തന്നെ 2117 എത്തുമ്പോഴത്തേക്ക് ആലോചിക്കണം എത്രത്തോളം തിങ്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. UAE എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് സെറ്റിൽമെന്റ് ഓൺ ദ മാർസിൽ ഒരു പ്ലാൻ, മാർസിലൊരു എന്താ പറയുക, നമ്മുടെ ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവന്ന് അവിടെ ആൾക്കാരെ സെറ്റിൽമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. 2117 ഇത് ഫസ്റ്റ് ആയിട്ട് റാങ്കിൽ എത്തണമെന്നുള്ളതാണ് അവരുടെ പ്ലാൻ. സോ ഇതൊക്കെ
ഇതൊക്കെ കൊണ്ടാണ് ദുബായ് എന്താക്കുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത്. സോ നിങ്ങൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഇത് ഞാൻ പിന്നെ ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അവസാനം ഒരു ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് ദുബായിയുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ തന്നെ കറണ്ട് ഫാക്റ്റ് ആൻഡ് ഇതും ഉള്ളത്. അതായത് നമ്മുടെ എന്താ പറയുക, ഇപ്പോഴും ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ ബിഹൈൻഡ് ദാറ്റ് ഇതൊക്കെയാണ് അതിൻ്റെ ദുബായിൽ ഇപ്പോഴും കറണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക്, 2030 ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്, 2031 ആകുമ്പോൾ എന്തായിരിക്കും ബെനിഫിറ്റ്. സോ എല്ലാ വർഷവും എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. ഓക്കെ, ബൈ.